ഹലോ നമസ്കാരം. ഇന്ന് സംസാരിക്കുന്നത് നമുക്കുണ്ടാകുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ, നമ്മളുടെ മനസ്സിൽ റിപ്പീറ്റഡ് ആയിട്ടുണ്ടാകുന്ന ഇമേജസ് അല്ലെങ്കിൽ ഫീലിങ്സ്, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നാൽ എന്നാ ചെയ്യും അല്ലേ? ആ കണ്ടീഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ വെപ്രാളവും ആൻഷ്യസ് ആവുകയും ടെൻഷൻ അടിക്കുകയും ഒക്കെ ചെയ്യും. അത് നമുക്ക് നിയന്ത്രിക്കാൻ നമ്മൾ ശ്രമിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് അത് വരികയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു റൂട്ടീനെയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ആക്ടിവിറ്റീസിനെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും അത് ബാധിച്ചു തുടങ്ങുമ്പോഴാണ് ഒരു ഒബ്സഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഒരു ഒബ്സഷനെ കുറിച്ചാണ്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണ് ഒബ്സഷൻസ് വരിക? നമ്മളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? മറ്റുള്ള മനുഷ്യര് അനുഭവിക്കുന്ന ഇങ്ങനത്തെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ ഒബ്സഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കാര്യം തന്നെ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചിന്തകൾ വരിക, അല്ലെങ്കിൽ ഇമേജസ് വരിക, ചില ഫീലിങ്സ് വരിക. എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സഫോക്കേറ്റ് ചെയ്യുവാണ്. നമ്മൾ അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് ആ ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് കുറിച്ചായിരിക്കാം. ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന ഓർഡറിൽ ചെയ്യണം, ഒരു കാര്യം ചെയ്താൽ ഇന്ന രീതിയിലേ ചെയ്യാൻ പാടുള്ളൂ, ആ രീതിയിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, ഇങ്ങനെയുള്ള ചിന്തകളാവാം. അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്ലീനിങ്ങിനെ കുറിച്ചായിരിക്കാം. ഓർഡറിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ ക്ലീൻ ആയിരിക്കണം, പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള ചിന്തകളാവാം. ഈ പെർഫെക്ഷനിസം, ഈ റൈറ്റ് കാര്യം മാത്രമേ ഞാൻ ചെയ്യൂ എന്നുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകളായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങൾ, പാത്രമാണേലും കഴുകിയാലും, കൈ കഴുകിയാലും, ഉടുപ്പ് കഴുകിയാലും, വീടിൻ്റെ അകത്തെ പൊടി നമ്മൾ തട്ടിക്കളഞ്ഞാലും എന്നും പോരാ എന്നുള്ള ചിന്തയായിരിക്കാം. അല്ലെങ്കിൽ മോറൽ വാല്യൂസിനെ കുറിച്ചായിരിക്കാം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, ഈ ചെയ്യുന്നത് കറക്റ്റ് തന്നെയല്ലേ, അങ്ങനെയുള്ള മോറൽ വാല്യൂസിനെ കുറിച്ചായിരിക്കാം. അല്ലെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണി വെക്കുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കാം. വീണ്ടും വീണ്ടും എണ്ണുന്ന ഒരു ടെൻഡൻസിയിലേക്ക് നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ എണ്ണിയത് കറക്റ്റ് ആണോ എന്ന ചിന്ത വരുമ്പോഴത്തേക്കും നമ്മൾ എണ്ണുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഇങ്ങനെയുള്ളതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. നമ്മള് കറക്റ്റ് ആയിട്ടുള്ള സെക്ഷുവൽ ഐഡന്റിറ്റിയിലാണോ, സെക്ഷുവൽ ആയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സുകളായിരിക്കാം. അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ പീഡോഫീലിക് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് ഞാൻ പോകുമോ, അതായത് എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാനൊരു കുട്ടീനെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുകയോ കയറി പിടിക്കുകയോ, ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റിപ്പീറ്റഡ് തോട്ട് ആവാം. അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ അകത്തായിരിക്കാം പ്രശ്നങ്ങൾ വരിക. റിലേഷൻഷിപ്പിന്റെ അകത്ത് എന്തായിരിക്കും? ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ നമ്മൾ നമ്മുടെ ആ ലവിനെ നമ്മൾ ഡൗട്ട് അടിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആളിനെ തന്നെയാണോ പ്രേമിക്കുന്നത്, സ്നേഹിക്കുന്നത് എന്നുള്ള റിപ്പീറ്റഡ് തോട്ടാവാം. അങ്ങനെ മാനസികമായി വളരെയധികം റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട് മൂലം വളരെയധികം കഷ്ടപ്പെടുന്നവരെ നമുക്ക് ചുറ്റും ഒത്തിരി പേരെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനൊക്കെ പരിഹാരങ്ങളുണ്ട് കേട്ടോ. ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഈ ചിന്തകൾ വരുന്നത് മൂലം നമ്മളൊരു റിപ്പീറ്റഡ് ആക്ഷനിലേക്ക് പോകുന്നുണ്ട്. ആ ആക്ഷനിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിനൊക്കെ പരിഹാരമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ട്രൈ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു മാനസികാരോഗ്യം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാണാം. താങ്ക്